കൃഷ്ണ ഗുരുവായൂരപ്പ. ഭഗവാന്റെ കഥകൾ കേൾക്കുക, പറയുക, അതന്നെ ഓർത്തുകൊണ്ടിരിക്കുക. ഇതൊക്കെ ഭഗവാനിലേക്ക് എടുക്കാനും ഏറ്റവും നമുക്ക് മനസ്സിൽ ആനന്ദം കൊണ്ടുവരുന്ന ഒരു രീതിയാണ്. ഭഗവാന്റെ ഭക്തർക്ക് ഭഗവാന്റെ കഥ കേൾക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന കഥ ദാരിദ്ര്യമൊക്കെ മാറി ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഏറ്റവും നല്ല കേൾക്കേണ്ട ഒരു കഥയാണ്. അതുമാത്രമല്ല, സമ്പത്തുണ്ടാകാനും എല്ലാം ഭാഗവതത്തിലൊരു കഥയാണ്. അത് എവിടെ വായിക്കണം എന്നുള്ളതൊക്കെ ഞാൻ അവസാനം പറയാം. അപ്പോൾ ഇത് കേൾക്കുന്നതും വളരെ ഉത്തമമായിട്ടാണ് പറയുന്നത്. മറ്റൊന്നുമല്ല, നമുക്കൊക്കെ പരിചിതമായ കുചേലൻ്റെ കഥയാണിത്. അപ്പോൾ കുചേലൻ എന്ന് പറഞ്ഞാൽ പണ്ടുണ്ടായിരുന്ന ഒരു ബ്രാഹ്മണനായിരുന്നു. അദ്ദേഹം വളരെ നിഷ്ഠയോടുകൂടി ജീവിക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിന് വിശപ്പും ദാഹവും ഒന്നും അറിയാത്ത അത്രയും ഭക്തിയോട് കൂടിയിട്ട് അദ്ദേഹം ഈ ലോകത്തോട് തന്നെ താല്പര്യമില്ലാണ്ട് അദ്ദേഹത്തിന് ഭഗവാനിൽ എത്തണം എന്നുള്ളൊരു ചിന്തയിൽ അർപ്പിച്ച് എല്ലാ ജോലികളും എന്ത് ചെയ്യുകയാണെങ്കിലും കർമ്മങ്ങളൊക്കെ ഭഗവാനെ സമർപ്പിച്ച് ചെയ്യുന്ന അതുപോലെ ഒരു ആളായിരുന്നു കുചേലൻ. ഒരു ഉത്തമ ബ്രാഹ്മണനായിരുന്നു. പക്ഷേ അദ്ദേഹം വളരെ ദാരിദ്ര്യം നിറഞ്ഞൊരു ജീവിതമായിരുന്നു. തൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം ഈ ദാരിദ്ര്യം കൊണ്ട് ബുദ്ധിമുട്ടിയിട്ട് കുചേലൻ്റെ ഭാര്യ വന്നിട്ട് കുചേലനോട് പറഞ്ഞു, അങ്ങക്ക് അറിഞ്ഞൂടെ, നമ്മുടെ വീട്ടിലൊന്നുമില്ല, നമുക്ക് പണമില്ല, ബന്ധുക്കളൊന്നും നമുക്ക് ഇല്ല നമ്മളെ സഹായിക്കാൻ. എനിക്ക് വിശന്ന് എൻ്റെ കൈയും കാലുമൊക്കെ തളരുകയാണ്. കുട്ടികളൊക്കെ വിശന്ന് കരയാണ്. എനിക്ക് ഈ ആഭരണങ്ങൾ ഒരുപാടിട്ട് നടക്കണമെന്ന് ആഗ്രഹമില്ല. ഒരു നേരത്തെ ഭക്ഷണം, അത് മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. വേറൊരു ചിന്ത എനിക്കില്ല. അങ്ങയുടെ കൂട്ടുകാരനല്ലേ ദ്വാരക ഭരിക്കുന്ന ശ്രീകൃഷ്ണൻ? അദ്ദേഹം ഈ ബ്രാഹ്മണർക്കൊക്കെ ഒരുപോലെ സഹായങ്ങൾ ചെയ്യുന്ന ആളല്ലേ, ഭക്തരെയും ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന ആളല്ലേ. അദ്ദേഹത്തെ ഒന്ന് പോയി കണ്ടുകൂടെ? അപ്പോൾ അദ്ദേഹത്തെ പോയി കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഈ ബുദ്ധിമുട്ടുകളൊക്കെ മാറുകയും അപ്പോൾ നമുക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഭഗവാനെ കാണുന്നത് തന്നെ ഏറ്റവും വലിയ പുണ്യമാണെന്ന് കുചേലനറിയാം. എന്തായാലും ഞാൻ പോകുന്നുണ്ട്, അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു. പക്ഷെ പോകുമ്പോൾ എന്തെങ്കിലും കണ്ണന് കൊടുത്തയക്കണമല്ലോ, ശ്രീകൃഷ്ണന് കൊടുത്തയക്കണം. അപ്പോൾ എന്താണ് കൊടുത്തയക്കുക? അപ്പോൾ അവർ യാചിച്ച് നടന്ന് കിട്ടിയ കുറച്ച് അവലുണ്ടായിരുന്നു. അതൊരു ചെറിയ തുണിക്കഷ്ണത്തിൽ പൊതിഞ്ഞ് ആ സ്ത്രീ തൻ്റെ ഭർത്താവായ കുചേലനെ ഏൽപ്പിച്ചു. അങ്ങനെ അത് വാങ്ങി, അതായത് സുദാമ എന്നാണ് പേരായിരുന്നത്, സുദാമാവിനെ ഏൽപ്പിച്ചു ബ്രാഹ്മണനെ. അപ്പോൾ സുദാമാവിനെ ഏൽപ്പിച്ചിട്ട് ഈ സ്ത്രീ ഭർത്താവിനെ പറഞ്ഞയച്ചു. അപ്പോൾ അദ്ദേഹമാണെങ്കിൽ നാമം ജപിച്ചുകൊണ്ടാണ് പോകുന്നത്. എന്നിട്ട് നാമം ജപിച്ച് അവസാനം ദ്വാരകയിലെത്തി. അപ്പോൾ ദ്വാരകയിൽ ചെന്നപ്പോൾ അവിടെ ശ്രീകൃഷ്ണൻ ഇദ്ദേഹം വരുന്നത് കണ്ടതും തൻ്റെ കൂട്ടുകാരൻ അതാ വരുന്നു. ആ സന്തോഷത്തിൽ ശ്രീകൃഷ്ണൻ എല്ലാം മതിമറന്നിട്ട് മുകളിലാണ് നിൽക്കണ്ടായിരുന്ന ശ്രീകൃഷ്ണൻ താഴേക്ക് ഓടി വന്ന് അദ്ദേഹത്തെ പിടിച്ച് കെട്ടിപ്പിടിക്കുകയും എത്ര സന്തോഷത്തിലാണ്, കണ്ണീര് നിറയായിരുന്നു. അതുപോലെ കുചേലൻ്റെ സുദാമാവിൻ്റെ കണ്ണീരൊക്കെ നിറഞ്ഞ് കണ്ണ് നിറഞ്ഞ് അത്രയും സന്തോഷമായി കുചേലന്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഈ രണ്ട് കൈയും പിടിച്ചിട്ട് വീടിൻ്റെ മുകളിൽ കൊണ്ടുപോയി അവിടെ അദ്ദേഹത്തെ ഒരു കട്ടിലിരുത്തി. അതും ലക്ഷ്മി ദേവിയുടെ കട്ടിലായിരുന്നു. ആ കട്ടിലിരുത്തിയിട്ട് അദ്ദേഹത്തെ പലതരം കാലുകൊണ്ട് തീർത്ഥം കൊണ്ടൊക്കെ കാല് കഴുകി ആ തീർത്ഥം ഉപയോഗിച്ചിട്ട് ഭഗവാന്റെ ശിരസ്സിൽ ആ തീർത്ഥം തടവുകയും പിന്നെ അവിടെ ഉണ്ടായിരുന്നവർക്കൊക്കെ കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് പലതരം പാനീയങ്ങളെ കൊണ്ടും താമ്പൂലം കൊണ്ടും പലതും ദീപം കൊണ്ടും ഒക്കെ അദ്ദേഹത്തെ പൂജിച്ചു. എന്നിട്ട് ഭഗവാൻ ചോദിച്ചു, സുദാമാവ് വിവാഹം കഴിച്ചിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ കുചേലൻ ഒന്നും പറഞ്ഞില്ല.
അദ്ദേഹത്തിനാണെങ്കിൽ എന്താ പറയുക, ഞാൻ ഇത്രയും ഭക്തിയോടെ കരുതുന്ന ഭഗവാൻ തന്നെ എന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ സുധാമാവിന് എന്താ പറയുക, ഒന്നും വായിൽ നിന്നൊരു വാക്ക് പോലും പറയാൻ വരുന്നില്ല. അപ്പോൾ ഭഗവാൻ ഓരോ കഥകളൊക്കെ പറഞ്ഞു തുടങ്ങി. പണ്ട് സുധാമാവിൻ്റെ കൂടെ പഠിച്ചിരുന്ന സമയത്ത് സുധാമാവിനെയും കൊണ്ട് ഇവർ പണ്ട് കാട്ടിൽ വിറകിന് പോയി, ഗുരുകുലവാസത്തിനിടയ്ക്കാണ് അങ്ങനെയൊക്കെ പതിവുണ്ടല്ലോ. അപ്പോൾ ഗുരുപത്നിയാണ് പറഞ്ഞത് കാട്ടിൽ വിറകിന് പോകണമെന്ന്. അപ്പോൾ പെട്ടെന്ന് മഴ വന്നു. അപ്പോൾ ഈ മഴ പെയ്തിട്ട് ഇവർ രണ്ടുപേരും രാത്രിയിൽ കൈ രണ്ടും കോർത്ത് പിടിച്ചിരുന്നിട്ട് ഇവർ രാത്രി കാട്ടിൽ ചിലവഴിച്ചതും, അപ്പോൾ രാവിലെ ഗുരു അന്വേഷിച്ചു വന്നു, അങ്ങനെയൊക്കെ ഓർമ്മ വന്നു. അതുമാത്രമല്ല ഇവരനുഗ്രഹിച്ചു. ഇതൊക്കെ പറയാം. ശ്രീകൃഷ്ണൻ പറഞ്ഞു ആ ഗുരുവിൻ്റെ ഒരു കാരുണ്യം കൊണ്ടാണ് നമ്മളെല്ലാം നന്നായി വരുന്നതും. ഇങ്ങനെയൊക്കെ ഓരോ പണ്ടത്തെ ഓർമ്മകൾ എല്ലാതും ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുകയുണ്ടായി. അപ്പോൾ അതുമാത്രമല്ല, അപ്പോൾ സുധാമാവ് പറഞ്ഞു ഈ എല്ലാ വിദ്യയും അറിയുന്ന ഭഗവാനാണ്, എല്ലാ വിദ്യയും അറിയുന്ന ഭഗവാൻ ഈ ഭൂമിയുടെ ആചാരപ്രകാരം മാത്രമാണ് ഗുരുകുലവാസം ചെയ്തത്. ഭഗവാന് ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഭൂമിയുടെ ഒരു നിയമമാണ് വിദ്യാഭ്യാസം ചെയ്യുക. മനുഷ്യനായി ജനിച്ചു കഴിഞ്ഞാൽ ആ രീതി കൊണ്ട്, അതുകൊണ്ട് മാത്രമാണ് ആ ഒരു നിയമം അനുസരിച്ച് മാത്രമാണ് ഭഗവാൻ, ആ ഒരു രീതി അനുസരിച്ച് മാത്രമാണല്ലോ ഗുരുകുലവാസമൊക്കെ ചെയ്തതെന്ന്. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ ശ്രീകൃഷ്ണന് വളരെ സന്തോഷമായി. ശ്രീകൃഷ്ണൻ വിചാരിച്ചു, എന്നോട് ഇതുവരെ ഒരു പൈസ പോലും അദ്ദേഹം ചോദിച്ചിട്ടില്ല, അദ്ദേഹത്തിന് ഒന്നിലും താല്പര്യമില്ല. അപ്പോൾ ഇദ്ദേഹത്തിന് ഞാൻ എന്താ പറയുക, ദേവന്മാർക്ക് പോലും കിട്ടാത്ത അത്രയും വലിയ ഐശ്വര്യം അദ്ദേഹത്തിന് കൊടുക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ വിചാരിച്ചു. എന്നിട്ട് ശ്രീകൃഷ്ണൻ പറഞ്ഞു, വീട്ടിൽ നിന്ന് എനിക്കായിട്ട് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടാവുമല്ലോ, എനിക്ക് വിശന്നിട്ട് വയ്യ എന്ന് പറഞ്ഞപ്പോഴാണ് സുധാമാവിന് കയ്യിലുണ്ടായിരുന്ന ആ ഒരു അവൽപ്പൊതി കണ്ടത്. ഈ അവൽപ്പൊതി സുധാമാവിന് നൽകാനായിട്ട് ഭയങ്കര വിഷമം. കാരണം അത് അത്ര മോശപ്പെട്ട സാഹചര്യത്തിൽ നിന്നാണല്ലോ അദ്ദേഹം വരുന്നത്. അതുപോലെയുള്ള കല്ലും ഒക്കെ നിറഞ്ഞതായിരിക്കും. അപ്പോൾ ഭഗവാനാണെങ്കിൽ അത് ആ തുണിക്കെട്ട് ബലമായി പിടിച്ചെടുത്തിട്ട് ഭഗവാൻ അത് വാങ്ങി കഴിച്ചു. ഒരു പിടിയേ കഴിച്ചുള്ളൂ. അപ്പോഴേക്കും വീണ്ടും ഇതിൻ്റെ ഒരു ടേസ്റ്റാണ്, എത്ര നല്ല രുചിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ രുക്മിണി ദേവി അവല് രണ്ടാമതും കഴിക്കാൻ പോയത്. അപ്പോഴേക്കും രുക്മിണി ദേവി അത് പിടിച്ചു വാങ്ങി. ഇങ്ങനെ ആ കട്ടിലിൽ തന്നെ എല്ലാ പൂജയൊക്കെ കഴിഞ്ഞ് കുചേലനെ അവിടെ തന്നെ കിടത്തി ഉറക്കി. അപ്പോൾ രുക്മിണി ദേവി വിശറി കൊണ്ട് വീശി. മാത്രമല്ല ഭഗവാൻ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ കാലൊക്കെ തടവി. അങ്ങനെ അദ്ദേഹത്തെ അവിടെ കിടത്തി ഉറക്കി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീജനങ്ങളും തോഴിമാരൊക്കെ ഈ ബ്രാഹ്മണൻ എത്ര നല്ല മനുഷ്യനാണ്, കാരണം എന്താണെന്ന് വെച്ചാൽ ഭഗവാൻ ഇങ്ങനെയാണ് അദ്ദേഹത്തെ കരുതുന്നത്, ഇത്ര പ്രിയപ്പെട്ടവനാണ് ശ്രീകൃഷ്ണൻ്റെ. അപ്പോൾ ഈ ബ്രാഹ്മണൻ്റെ ഒരു പുണ്യം ഒന്ന് ആലോചിച്ച് നോക്കിയെന്നൊക്കെ അവർ ആലോചിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് പിറ്റേ ദിവസം സുധാമാവിനെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. സുധാമാവ് എപ്പോഴും പോകുന്ന വഴി മുഴുവനും ശ്രീകൃഷ്ണൻ എങ്ങനെയാണ് എന്നെ ഒരു സ്വന്തം ചേട്ടനെ പോലെയാണ് കരുതിയത്, എന്നെ ഭഗവതിയെ രുക്മിണി ദേവിയെ അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയെ എങ്ങനെയാണോ ആലിംഗനം ചെയ്യുന്നത് അതുപോലെയാണ് എന്നെ ആലിംഗനം ചെയ്തത്. ദേവന്മാരെ പൂജിക്കുന്ന പോലെയാണ് എന്നെ പൂജിച്ചത്. മഹാദേവനെ പൂജിക്കുന്ന പോലെ അതുപോലെയാണ് എന്നെ പൂജിച്ചത്. ഞാൻ ധനം ഉണ്ടാവും, എനിക്ക് കുറേ ധനം ഉണ്ടായി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര അഹങ്കാരവും, അതുകൊണ്ടായിരിക്കും അദ്ദേഹം എനിക്ക് ധനം തരാത്തത് എന്നൊക്കെ കരുതി അദ്ദേഹത്തെ എന്നാലും കാണാൻ പറ്റിയില്ലോ, അതെന്നെ ഭാഗ്യം എന്ന് പറഞ്ഞു. തൻ്റെ പരാതികളൊന്നും പറഞ്ഞില്ല. എനിക്ക് ബുദ്ധിമുട്ടാണ്, എൻ്റെ ജീവിതത്തിലെ ദുഃഖമാണെന്നൊന്നും അദ്ദേഹം പറഞ്ഞില്ല. എന്നിട്ട് അദ്ദേഹം വീട്ടിലേക്ക് പോയി. വീടിൻ്റെ അവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തിനൊരു സംശയം, ഞാൻ എന്താ വഴിതെറ്റി വന്നോ, ദ്വാരകയിലേക്ക് എന്നെ തിരിച്ചു പോയോ എന്ന് വെച്ച് നോക്കിയപ്പോൾ അവിടെ ഉണ്ട് സുധാമാവിൻ്റെ ഭാര്യനെ കണ്ടു. അവരാണെങ്കിൽ ദാസികളെ കൊണ്ട് നിറയെ നിൽക്കുകയാണ്. മാത്രമല്ല കണ്ടു കഴിഞ്ഞാൽ ഭഗവാന്റെ ഭാര്യ ലക്ഷ്മിയെ പോലെയുണ്ട് കാണുമ്പോൾ. കാരണം അത്രയും വീടാണെങ്കിൽ ആഭരണാദന്തികളണിഞ്ഞ ഭാര്യ, വീടാണെങ്കിൽ മണിമാളികയായിട്ട് മാറിയിരിക്കുന്നു. അത്രയും ദുരിതത്തിലായിരുന്ന കുചേലൻ വലിയൊരു
കുബേരനായി മാറിയിരിക്കുന്നു, അത്രയും പണമായിരിക്കുന്നു. അപ്പോൾ ഇത്രയും ദരിദ്രനായി ഇദ്ദേഹത്തിന് ഇങ്ങനെ ഐശ്വര്യം കൊടുത്തത് സാക്ഷാൽ ശ്രീകൃഷ്ണൻ തന്നെയാണെന്നും ഇനിയും നമുക്കൊരു ജന്മം ഉണ്ടാവുകയാണെങ്കിൽ അദ്ദേഹത്തെ പ്രാർത്ഥിച്ച് ഇപ്പോഴുള്ള സുഖങ്ങൾ ഉള്ളതൊന്നും അതിലൊന്നും ആസക്തി കൂടാതെ അദ്ദേഹത്തെ തന്നെ പ്രാർത്ഥിച്ചു കഴിയണമെന്നും അദ്ദേഹം കരുതി. അങ്ങനെ അദ്ദേഹം ആ ജീവിതങ്ങളൊക്കെ താൽക്കാലികമായിട്ട് ഭഗവാൻ നൽകിയ ആ സുഖങ്ങളൊക്കെ ആസ്വദിച്ചുകൊണ്ട് അദ്ദേഹം ഭഗവാന്റെ ഭജനയിൽ കഴിഞ്ഞുകൂടി. അങ്ങനെയാണ് പറയുന്നത്. അതായത് എല്ലാവിധ സന്തോഷങ്ങളോടും സുഖസൗകര്യങ്ങളോടും കൂടെ അദ്ദേഹം ജീവിച്ചു. പക്ഷേ അദ്ദേഹം ബ്രാഹ്മണനായിട്ട് തന്നെ ഭഗവാന്റെ ഭക്തിയിൽ ലയിച്ചുകൊണ്ട് ഒന്നിലും ആസക്തിയില്ലാതെയും എന്നാൽ എല്ലാ സുഖങ്ങളും അനുഭവിക്കുകയും ചെയ്തിട്ട് അദ്ദേഹം ജീവിച്ചു. അപ്പോൾ ഈ കഥാഭാഗം നമ്മൾ പറയുന്നത് കേൾക്കുകയോ അല്ലെങ്കിൽ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഓർക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് മോക്ഷം കിട്ടുമെന്നോ, അത് മാത്രമല്ല നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നടക്കുന്നു. നമ്മൾക്ക് എത്ര ദാരിദ്ര്യം ഉണ്ടെങ്കിലും ആ ദാരിദ്ര്യം മാറി നമ്മൾ സമ്പൽ സമൃദ്ധിയിലേക്ക് മാറുന്നുള്ളതാണ്. അങ്ങനെയാണ് പറയുന്നത്. ഇത് നമ്മൾ വായിക്കേണ്ട ഭാഗം എന്ന് പറയുന്നത് ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ കുചേലോപാഖ്യാനം 420 അവിടെ പേജ് 420 പേജിൽ 18,361 വരി മുതൽ 425 പേജിൽ 18,644 വരി വരെയാണ് ചൊല്ലേണ്ടത്. അതായത് മാധവലീലകൾ കേട്ടാൽ മതിവരാ എന്ന് തുടങ്ങി സർവാത്മകൻ കൃപ സാധിച്ചുകൊള്ളുവിൻ എന്നുവരെ ചൊല്ലേണ്ടതാകുന്നു. അതായത് കുചേലോപാഖ്യാനം 420 പേജ് തുടങ്ങി 425 പേജ് വരെ അതിൽ ചൊല്ലേണ്ട വരികൾ 18,361 വരി തുടങ്ങി 18,644 വരി വരെ ചൊല്ലേണ്ടതാകുന്നു. ഇതാണ് കുചേലോപാഖ്യാനം. അതായത് എത്ര ബുദ്ധിമുട്ടിൽ ജീവിച്ചിരുന്ന ആളെയും ഭഗവാൻ ഒരു നിമിഷം മതി പണക്കാരനാക്കാൻ എന്നാണ് ഇവിടെ പറയുന്നതെന്നല്ല, അനുഭവം അങ്ങനെ തന്നെയാണ്. നമുക്കറിയാലോ, ജ്ഞാനപ്പാനയിൽ പറയുന്നുണ്ടല്ലോ, ഉന്താനം, അതായത് മാളിക മുകളേറി നടന്ന മന്നിൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും അതുപോലെ അത്രയും ദുഃഖത്തിൽ കഴിയുന്ന ആളെ രാജാവാക്കുന്നതും ഒക്കെ ആരാണ്? ഭഗവാനാണ്. അതുകൊണ്ട് നമ്മൾ എത്ര ബുദ്ധിമുട്ട് വന്നാലും ഭഗവാനെ കൈവിടാതെ ഭഗവാനെ വിളിച്ചുകൊണ്ടിരിക്കുക. ഭഗവാൻ ഒരു കാലത്ത് നമുക്ക് വഴി കാണിച്ചു തരും. ഈ കഥ ദിവസം കേൾക്കുന്നത് നല്ലതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് വായിക്കാം. വായിച്ചിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതൊക്കെ വളരെ ഐശ്വര്യപ്രദമാണ്. ഈ കഥ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ കമൻറ്റിൽ ഹരേ കൃഷ്ണ എന്നോ നാരായണ എന്നോ ഗോവിന്ദായ നമോ ഭഗവാന്റെ എന്തെങ്കിലും ഒരു പേരെങ്കിലും അടിച്ചിടാൻ, എന്തെങ്കിലും അത് എനിക്കൊരു പോസിറ്റീവ് എനർജി നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെയെങ്കിലും ചെയ്യുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.